അരനൂറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനും ഭൂതർക്കങ്ങൾക്കും ഒടുവിൽ എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. ഏറെ ചർച്ചകൾക്കും ഭരണപരമായ നടപടികൾക്കും ഒടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. 50 വർഷത്തിലധികമായി നീണ്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സമരങ്ങളായിരുന്നു ഒരു സമയത്ത് പാരിയത്തുകാവിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ഇന്ന് തറക്കല്ലിട്ടിരിക്കുന്നു. 7 വീടുകൾക്കാണ് തറക്കല്ല് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ മന്ത്രി റോജി എം ജോൺ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുടുംബങ്ങളുടെ സന്തോഷവും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ നിറഞ്ഞ സന്തോഷത്തിൽ തന്നെ എല്ലാവരും തന്നെ തുടരുകയും ചെയ്യുന്നു. കാരണം 7 വീടുകൾ ഇവിടെ നിന്ന് പൊഴിയേണ്ടി വരിക എന്ന 7 വീടുകളാണ് ഇവിടെ നിന്ന് അവർക്ക് സുഖമായത്. അമ്മ, ഇത് ഇവിടെ നാളുകളായിട്ട് ഇവിടെ ആയിരുന്നു, വർഷങ്ങളായിട്ട് ഇവിടെ ആയിരുന്നു. ഈ ഒരു പോലീസ് ഇതെല്ലാം വരുമ്പോഴേക്കും ഒരു ആശങ്ക വളരെയധികം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് തീർച്ചയായിട്ടും അല്ലെ. പായസമൊക്കെ വിതരണം ചെയ്തുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു അല്ലെ. പായസം വിതരണം ചെയ്തുകൊണ്ട് അവര് ഈ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകുന്നു എന്നതാണ് എല്ലാവരും തന്നെയും ഇവിടെ ഈ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി റോജി എം ജോണും പോകുന്നത്. അദ്ദേഹം നേരത്തെ പ്രതികരിച്ചതുപോലെ ഇത് സർക്കാരിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഇച്ഛാശക്തിയുടെ കൂടി ഒരു വിജയമാണ്. കാരണം ഇവിടെ ഒരു വാശി അത്തരം കാര്യങ്ങളിലില്ല. എല്ലാവരും തന്നെയും ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് ഇവർക്ക് ഒരു പുനരധിവാസം കുടിയൊഴിപ്പിക്കില്ല എന്നത് തീരുമാനിച്ചിരുന്നു. പുനരധിവാസം സാധ്യമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ആ പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട MLAയും MP യും ഒക്കെ ഇവിടെയുണ്ട്, കളക്ടറൊക്കെ ഇവിടെയുണ്ട്. ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഈ പരിയത്തുകാവിലെ ഈ ദളിത് കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല എന്ന ഒരു ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിന് രമ്യമായ ഒരു പരിഹാരം കോടതിക്ക് പുറത്ത് കാണാൻ ശ്രമിക്കും എന്നുമുള്ള ഒരു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ചകളുമായി മുന്നോട്ട് പോയത്. നിരവധി തവണ ചർച്ച ചെയ്യേണ്ടി വന്നു. മണിക്കൂറുകളോളം പാതിരാത്രി വരെ ഞങ്ങൾ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇരു കൂട്ടരുമായിട്ടും അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലുടെ ഉൾപ്പെടെ നിയമോപദേശങ്ങളൊക്കെ ലഭിച്ച് അങ്ങനെ എല്ലാവരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.